നമസ്കാരം. ഉച്ചവാർത്ത സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വിഴിഞ്ഞം ഓഹരി കരാറിൽ സർക്കാർ നാടിനെതിരായ നയം സ്വീകരിക്കുന്നുവെന്ന് പിണറായി വിജയൻ. 25%-ലധികം ഓഹരി കൈമാറാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നും അദാനി MSCയുമായി കരാർ ഒപ്പിട്ടത് നിലവിലെ കരാർ ലംഘനമെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ അനുമതി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ പഠനത്തിന് ശേഷം തീരുമാനം രാജ്യസുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്ത്. കശുവണ്ടി അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി. തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. CBI ആവശ്യത്തിൽ സർക്കാർ തീരുമാനം 5 വർഷത്തിന് ശേഷം തീരുമാനം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂട്ടായി എടുത്തതെന്ന് ചന്ദ്രശേഖർ. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കോൺസുൽ അഡ്വക്കേറ്റ് തോമസ് അബ്രഹാം രാജിവെച്ചു. രാജി കോൺസുലായി VC അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചതിനെ തുടർന്ന് രാജിക്കത്ത് സർവകലാശാല രജിസ്ട്രാർക്ക് കൈമാറി. VC ഏകാധിപത്യ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സെനറ്റ് യോഗത്തിൽ നിന്നും VC മോഹനൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോയി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ മേഖലയിലും കനത്ത മഴ. ഹിമാചൽ പ്രദേശിൽ മഴയിലും മണ്ണിടിച്ചിലിലും 4 മരണം. ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനം. ഡൽഹിയിൽ റെഡ് അലർട്ട്. ബംഗാളിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി. പാർട്ടി ചിഹ്നവും നഷ്ടമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പ്രതിപക്ഷ നേതാവ് ഋതപ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ TMC പ്രതിനിധി സംഘം. ഫിഫ ലോകകപ്പിൽ ബോസ്നിയയെ തോൽപ്പിച്ച അമേരിക്ക പ്രീ ക്വാർട്ടറിൽ. ബെൽജിയത്തിന് നാടകീയ ജയം. സെനഗലിനെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 3-2 തോൽപ്പിച്ചു. ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ ഹാരി കെയ്ന്റെ ഇരട്ട ഗോളിൽ കോങ്കോയെ വീഴ്ത്തി. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ അനുമതി വിശദമായ പഠനത്തിന് ശേഷം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. രാജ്യസുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്തായിരിക്കും തീരുമാനം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ MSC ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ഇതിനായി സർക്കാർ അനുമതി വേണമെന്നുമാണ് അപേക്ഷയിൽ അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി സർക്കാരിന്റെ അനുമതിക്കായി കത്ത് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിസിൽ MDക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് രേഖാമൂലം അനുമതി തേടിയിട്ടില്ലെന്നും വാർത്തകളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചതിന് മണിക്കൂറുകൾക്കകമാണ് അദാനി ഗ്രൂപ്പിന്റെ നടപടി. അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയ അപേക്ഷ ഇന്ന് സർക്കാർ പരിശോധിക്കും. ഇതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചു. വിശദമായ പഠനത്തിന് ശേഷമായിരിക്കും സർക്കാർ തീരുമാനം. രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനാ വിഷയമാകും. അതേസമയം സർക്കാരുമായുള്ള കരാർ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് അദാനി ഗ്രൂപ്പ്. വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാമെന്നാണ് കരാറെന്ന് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത് 2024 ഡിസംബർ 24-നാണ്. കഴിഞ്ഞ ഡിസംബറോടെ വിൽപ്പനയ്ക്ക് അവകാശമായെന്നും അദാനിയുടെ വാദം. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി കമ്പനിയുടെ 49% ഓഹരി MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. TILന് 27,000 കോടി രൂപ മൂല്യമുണ്ട്. 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകളും പ്രതിവർഷം 70 ദശലക്ഷത്തിലധികം TE ചരക്ക് നീക്കവുമാണ് ഇതിനുള്ളത്. MSCയുമായുള്ള പങ്കാളിത്തം പ്രധാന ആഗോള വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം ഓഹരി കരാറിൽ സർക്കാർ നാടിനെതിരായ നയം സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. MSCയുമായുള്ള അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനം നടന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഓഹരി കൈമാറ്റം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുവാദം വേണമെന്നാണ് നിയമം. എന്നാൽ അദാനി കമ്പനി ഓഹരി നൽകിയത് സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണോ എന്ന് വ്യക്തമാക്കണം. സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് കരാർ എന്നാണ് അദാനി കമ്പനി പറയുന്നതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ 49% ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. അദാനി ഗ്രൂപ്പിന് അവരുടെ ഓഹരി കൈമാറ്റത്തിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ഒരിടപാടാണ് ഇതാദ്യം. അത്
വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദാനിയും VD സതീശനും തമ്മിലുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിൽ എന്തും ചെയ്യാമെന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കിയതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം ദേശാഭിമാനി പത്രത്തിലെ വിഴിഞ്ഞം അനുകൂല വാർത്തയെ അദ്ദേഹം തള്ളി. 3000 കോടി പോലും ഇതുവരെ ചെലവാക്കാത്ത അദാനി കമ്പനി 13,000 കോടിക്ക് അവരുടെ ഷെയറിന്റെ 49% ഗവൺമെന്റ് സമ്മതമില്ലാതെ, അങ്ങനെയാണല്ലോ കാണേണ്ടത്, 25%-ലധികം ഷെയർ കൈമാറുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കരാറിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. കാരണം ഞങ്ങളും VD സതീശനും തമ്മിലുള്ള ഡീൽ അടിസ്ഥാനപ്പെടുത്തി എന്തും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ ഗുരുതരമായ പ്രത്യാഘാതം. ലോകത്തിലെ ശ്രദ്ധേയമായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തന്ത്രപ്രധാനമായ ഒരു തുറമുഖം കൂടിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാവൂ എന്നും ഒരു കാലഘട്ടത്തിൽ നൽകിയ ഭൂമി ചിലരുടെ കൈകളിൽ മാത്രം നിലനിൽക്കുന്നത് ശരിയല്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാന സർക്കാർ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നും സംസ്ഥാനത്തിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി അത് നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ. കേരള ഗവൺമെന്റ് അറിയണം, ഇന്ത്യ ഗവൺമെന്റ് അറിയണം. കേരള ഗവൺമെന്റിന് കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. ഞാൻ ആ സ്റ്റാൻഡ് തന്നെ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാനത്തെ ഗവൺമെന്റ് കൂടി അറിയാതെ, ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് യഥാർത്ഥത്തിൽ അതിന് ചുറ്റുവട്ടത്തുള്ളത്. ഇവിടെ കോവളം പ്രോജക്റ്റിന് അതിൻ്റെ ആദ്യത്തെ ഡയർ ബോർഡിനുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാനും. നമ്മളുടെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയർമാനും ഞങ്ങൾ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് ആളുകളും അങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതിനൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. കാരണം സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് പോലും വിടാതെ ധനബില്ല് പാസാക്കാൻ അനാവശ്യമായ ധൃതിയും വാശിയും മുഖ്യമന്ത്രി കാട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ്. ചില മദ്യകമ്പനികളെ സഹായിക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ഇതേ രീതിയിൽ പാസായാൽ പിന്നെ UDF-ലെ ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലെന്നും പിണറായി വിജയൻ. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞ് മാത്രമാണ് നികുതി നിർദ്ദേശങ്ങളുള്ള ഫിനാൻസ് ബിൽ സാധാരണഗതിയിൽ പാസാക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ സബ്ജക്ട് കമ്മിറ്റി ചേരാൻ സമയം പോലും നിശ്ചയിച്ചില്ല. നികുതി നിർദ്ദേശത്തോടെയുള്ള ഫൈനാൻസ് ബില്ലാവുമ്പോൾ അതനുസരിച്ച് പുനഃക്രമീകരിക്കാൻ തയ്യാറാകണം. അതിനും സർക്കാർ തയ്യാറായില്ല. കാണാൻ കഴിയുന്ന കാര്യം, ഇത്തരമൊരു ബില്ല് പാസാക്കാൻ അനാവശ്യമായ ധൃതിയും വാശിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയും മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കാണിച്ചത്. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചു. കോൺസൽ സ്ഥാനത്ത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അഡ്വക്കേറ്റ് ഗിരിജാഗോപാലിനെ നിയമിച്ചതിനെ തുടർന്നാണ് രാജി. രാജിക്കത്ത് സർവകലാശാല രജിസ്ട്രാർക്ക് കൈമാറി. VC ഏകാധിപത്യപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. സെനറ്റ് യോഗത്തിൽ നിന്നും VC ഇറങ്ങിപ്പോയി. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിനെ മാറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഡോക്ടർ അഡ്വക്കേറ്റ് ഗിരിജാഗോപാലിനെ നിയമിച്ചതിനെ തുടർന്നാണ് രാജി. VCക്കെതിരെ രാജിക്കത്തിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. തന്നെ മാറ്റാൻ VCക്ക് അധികാരമില്ലെന്നും സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനോ നീക്കം ചെയ്യാനോ അധികാരമുള്ളത് സിൻഡിക്കേറ്റിനാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് VCയും വാദിക്കുന്നുണ്ട്. ഇന്ന് ചേർന്ന സ്പെഷ്യൽ സെനറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. VC ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്നുവെന്നും കൃത്യമായ ഇടവേളകളിൽ നടക്കേണ്ട സെനറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ VC തയ്യാറാകുന്നില്ലെന്നും സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഇദ്ദേഹം ഇവിടെ വന്ന ശേഷം റെഗുലർ സെനറ്റ് ചേരാറില്ല, സിൻഡിക്കേറ്റ് കൃത്യമായി ചേരാറില്ല, അക്കാഡമിക് കൗൺസിൽ ചേരാറില്ല. ഇന്നിപ്പം 4 മാസത്തിന് ശേഷം അദ്ദേഹം സ്പെഷ്യൽ സെനറ്റാണ് വിളിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ സെനറ്റ് റെഗുലർ സെനറ്റ് വിളിക്കേണ്ടതാണ്. നേരത്തെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിൻഡിക്കേറ്റിന് വേണ്ടി തോമസ് എബ്രഹാം ഹാജരായിരുന്നു. അഡ്വക്കേറ്റ് ഗിരിജാഗോപാലിനെ നിയമിച്ച VCയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ TR മനോജ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ മേഖലയിലും കനത്ത മഴ. ഹിമാചൽ പ്രദേശിൽ മഴയിലും മണ്ണിടിച്ചിലിലും 4 മരണം റിപ്പോർട്ട് ചെയ്തു. ഉയർന്ന മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഘവിസ്ഫോടനത്തെ തുടർന്ന് ജമ്മുകശ്മീരിലും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും മൺസൂൺ ശക്തമായതോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാളിൽ മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടി. പാർട്ടിയുടെ ചിഹ്നവും പേരും നേടിയെടുക്കാൻ വിമത നീക്കം. ബംഗാൾ പ്രതിപക്ഷ നേതാവ് ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ TMC പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. ഋതുപ്രത ബാനർജി ബംഗാൾ സ്പീക്കറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന് പുറകെയാണ് MLA-മാരും MP-മാരും മമതയെ വിട്ട് വിമത നീക്കം നടത്തിയത്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനകളിൽ ഡോളറും സ്വർണവും പിടിച്ചെടുത്തു. പ്രതികൾ അനധികൃത പണമിടപാട് നടത്തിയതിനും ഭൂമി വാങ്ങിയതിനും തെളിവുകൾ കണ്ടെത്തി. വിഷയം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അയോധ്യ സംഭാവന ക്രമക്കേടിലെ പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. പ്രധാന പ്രതി അവിനാശ് ശുക്ല താമസിച്ച യോഗ സെന്ററിൽ നിന്നും ഡോളറും QR കോഡ് പതിപ്പിച്ച സംഭാവന പെട്ടിയും കണ്ടെത്തി. അവിനാശ് ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൗണ്ട് വിശദമായി പരിശോധിച്ചു. അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും കരുണേഷ് പാണ്ഡെയുടെ പക്കൽ നിന്ന് 18 ലക്ഷവും പരിശോധനയിൽ പിടിച്ചെടുത്തു. കേസിലെ പ്രതികളുടെ വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യവും അനധികൃത പണം, ഭൂമി ഇടപാടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചേക്കും. മുൻ ട്രസ്റ്റി അനിൽ മിശ്ര, ട്രസ്റ്റ് അംഗം ഗോപാൽ റായ് എന്നിവർക്കും ക്രമക്കേടിൽ പങ്കുള്ളതായി അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കോടതി അനുമതിയോടെ പ്രതികളെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതും തുടരും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ട്രസ്റ്റ് യോഗത്തിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കും. ഈ മാസം 6, 12 തീയതികളിലായി ട്രസ്റ്റ് യോഗം നടക്കുമെന്നും രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ നിലപാടുകൾ ശരിയാണെന്നും ട്രസ്റ്റി മഹന്ത് ദിനേന്ദ്രദാസ് മഹാരാജ് പറഞ്ഞു. बातचीत हुई लेकिन हमारे चमत्कार ठीक है, इसमें कमी हम देखे नहीं. कमी देखते हम स्वयं बोले थे कि कमी. ട്രസ്റ്റിന്റെ CEO സ്ഥാനത്തേക്ക് വിരമിച്ച IAS ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് തീരുമാനം. അതേസമയം സംഭാവന ക്രമക്കേട് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്ര സുരക്ഷയെയും ബാധിക്കുന്ന വിഷയമാണെന്ന് RSS വിലയിരുത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാട്സപ്പിൽ മൊബൈൽ ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ യൂസർ നെയിം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്ന സംവിധാനം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് മെറ്റ. കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. യൂസർ നെയിം സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ വിശദമാക്കാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാട്സാപ്പിൽ മൊബൈൽ ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ യൂസർ നെയിം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്ന സംവിധാനം ഇതുവരെ പ്രയോഗത്തിൽ വന്നിട്ടില്ലെന്ന് മെറ്റ വ്യക്തമാക്കി. ആൾമാറാട്ടം ഉൾപ്പെടെ ദുരുപയോഗം തടയാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യം നടപ്പാക്കൂവെന്നും മെറ്റ അറിയിച്ചു. കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. യൂസർ നെയിം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്നത് ഓൺലൈൻ തട്ടിപ്പുൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും വിശദമായ ചർച്ചയ്ക്ക് ശേഷമല്ലാതെ പുതിയ സംവിധാനം ആരംഭിക്കരുതെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. വാട്സാപ്പ് വരുത്തുന്ന മാറ്റങ്ങൾ സൈബർ കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ വിശദമാക്കാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഉൾപ്പെടുന്നവരെ കണ്ടെത്താൻ പുതിയ രീതി തടസ്സമാകുമോ എന്നും പരിശോധിക്കും. നമ്പറില്ലാതെ വാട്സാപ്പ് അക്കൗണ്ട് തുറക്കാനാകില്ലെന്നും യൂസർ നെയിം സെർച്ച് ചെയ്താണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ സന്ദേശം ലഭിക്കുന്നയാൾക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും മെറ്റ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ നടപടികളിൽ തീരുമാനമാകാതെ ഇന്ത്യയിൽ പുതിയ സംവിധാനം പുറത്തിറക്കാൻ മെറ്റയ്ക്ക് സാധിക്കില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. നികുതി വെട്ടിച്ചു കടത്തിയ വാഹനങ്ങളാണെന്ന് അറിയില്ലായിരുന്നുവെന്ന ദുൽഖറിന്റെ മൊഴി കസ്റ്റംസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ കൂടുതൽ വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ പക്കലുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. ദുൽഖറിന്റെ 4 വാഹനങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. ഭൂട്ടാൻ വാഹനക്കടത്തിൽ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെ ദുൽഖർ സൽമാനെ വീണ്ടും വിളിപ്പിക്കാനാണ് സാധ്യത. വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമില്ലെന്നും ദുൽഖർ സൽമാൻ കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നികുതി വെട്ടിച്ചു കടത്തിയ വാഹനമാണെന്ന വിവരം അറിയില്ലെന്ന വിശദീകരണം പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ദുൽഖറിന്റെ കൈവശമുള്ള 4 വാഹനങ്ങളുടെ കൂടി വിവരങ്ങൾ കസ്റ്റംസ് തേടിയിട്ടുണ്ട്.
ഇതും വാഹനക്കടത്ത് സംഘത്തിന്റെ കൈവശം നിന്നും വാങ്ങിയതാണെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. ഈ വാഹനങ്ങളുടെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് നിർദ്ദേശം നൽകി. രേഖകൾ പരിശോധിച്ച ശേഷം ദുൽഖറിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. നേരത്തെ ദുൽഖറിന്റെ 4 വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചാണ് താരത്തിന് ഈ വാഹനങ്ങൾ വിട്ടുകിട്ടിയത്. അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ വാഹനങ്ങൾ ഹാജരാക്കണമെന്നും അനുമതിയില്ലാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയ വിവരം സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഇന്നലെ രാത്രി വൈകിയാണ് പ്രതികളെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയത്. കേസിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഇന്നുണ്ടാകും. കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് നൽകിയ മാപ്പപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരായ അദ്ദേഹം ഖേദപ്രകടനം നടത്തുകയും രേഖാമൂലം മാപ്പപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. സർക്കാരിനെതിരെ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഹാജരാകേണ്ടി വന്നത്. ഈ വിഷയത്തിലും കോടതിയുടെ തീരുമാനം ഇന്ന് നിർണായകമാകും. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലും സംസ്കരണത്തിനുമായി കശുവണ്ടി പരിപ്പ് വാങ്ങിയതിലും കോർപ്പറേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കേസ്. ഈ കാലയളവിൽ 1400 കോടി രൂപയുടെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കണ്ടെത്തൽ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് INTUC അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. 3 പേർ പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്ത വരുന്നത്. അനുമതി നൽകിയ കാര്യം താൻ അറിയുന്നത് വാർത്തയിലൂടെയാണെന്നും R ചന്ദ്രശേഖരൻ പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാനായ സമയത്ത് നടന്നുവെന്ന് പറയപ്പെടുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി CBI അന്വേഷിക്കാനായി ഉത്തരവിട്ടു. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് 2005 മുതൽ 15 വരെയുള്ള 10 വർഷക്കാലത്തെ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാനാണ്. ഞാൻ ആ കോർപ്പറേഷനിൽ ചുമതലയെടുക്കുന്നത് 2012-ലാണെന്നിരിക്കെ 4 ട്രേഡ് യൂണിയനുകളെയാണ് കേരള സർക്കാർ തൊഴിലാളി പ്രാതിനിധ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള ഗവൺമെന്റിന്റെ 2 സെക്രട്ടറിമാർ ആയി വരുന്ന 2-3 ആളുകൾ അടങ്ങുന്നതാണ് ഈ ബോർഡ്. ആ സ്ഥാപനത്തിലെ ഏത് തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനത്തിന് പൂർണ്ണമായി അധികാരമുള്ളത് ഈ ഡയറക്ടർ ബോർഡിനാണ്. ഏകകണ്ഠമായി എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം. ശബരിമലയിലെ താങ്ങുപീഠങ്ങൾ വീട്ടിലിരുന്നിട്ടും കാണാനില്ലെന്ന് കള്ളം പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ ഭരണസമിതി ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രചരണം. തന്റെ ഭരണസമിതി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനുള്ള നീക്കം തുടങ്ങിയിരുന്നു. തന്നെ പ്രതി ചേർത്താൽ നിയമപരമായി നേരിടും. ഉദ്യോഗസ്ഥരുടെയും നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു ഗൂഢാലോചനയുണ്ട്. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണോ അല്ലാതെ വ്യക്തിപരമായ ഗൂഢാലോചനയാണോ എന്നൊക്കെ അന്വേഷണം വേണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട്. എൻ്റെ ബോർഡിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും ഇതിൽ ഗൂഢാലോചനയിൽപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവർക്കുണ്ടായ ഒരു പിഴവ്, അത് കോടതിയെ അറിയിക്കാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറ്റകരമായ പിഴവാണ്. പക്ഷെ അത് മനഃപൂർവ്വമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള പിഴവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിയമപരമായി നേരിടാനല്ലേ പറ്റുള്ളൂ. വേറെ എങ്ങനെ നേരിടാൻ പറ്റും? നമുക്ക് നിയമപരമായി നേരിടാൻ മാത്രമല്ലേ പറ്റുള്ളൂ. കോടതിയുടെ മുന്നിലേക്ക് വന്ന് ഒരു വിഷയം വന്നു പോയാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അത് ട്രയൽ നേരിടുക, വിചാരണ നേരിടുക, അല്ലാതെ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? വടകര കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ യൂത്ത് ലീഗ് നേതാവ് കാസിമിനെ പ്രത്യേക അന്വേഷണ സംഘം പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. CPM നൽകിയ പരാതിയിലായിരുന്നു യൂത്ത് ലീഗ് നേതാവ് കാസിമിനെ പ്രതി ചേർത്തത്. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് കാസിം അല്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. കാസിമിന്റെ ഫോൺ പരിശോധനാ ഫലവും SIT വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ CPM നേതാവ് ഭാസ്കരൻ നൽകിയ പരാതിയിലാണ് കാസിമിനെതിരെ ആദ്യം കേസെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കാസിം 3 ഫോണുകൾ ഉൾപ്പെടെ ഹാജരാക്കിയിരുന്നു. എങ്കിലും തെളിവ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല.
2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് കാസിം അല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കാസിമിന്റെ ഫോൺ പരിശോധനാ ഫലവും SIT വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അതേസമയം പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. കേസിൽ നാളെ വിധി പറയും. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. രാഷ്ട്രീയ വേട്ടയാണ് നടന്നതെന്ന് ഫോൺ റീസെറ്റ് ചെയ്യുന്നതിനെ തെളിവ് നശിപ്പിക്കലാക്കി കണക്കാക്കാൻ കഴിയുമോ എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഡിവൈഎഫ്ഐ നേതാവ് റിബീഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും നാളെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. ബംഗളൂരുവിലെ മടപട്നയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ 9 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ജോലി ചെയ്യുന്നതിനിടെ തൊഴിലാളികളുടെ മുകളിലേക്ക് പാറക്കൂട്ടം വീഴുകയായിരുന്നു. കാവേരി ക്രഷർ എന്ന ക്വാറിയിലാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. എക്സ്കവേറ്റർ ഉപയോഗിച്ച് തൊഴിലാളികൾ പതിവ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ മുകളിൽ നിന്ന് ഒരു കൂറ്റൻ പാറ ഇവർ നിന്നിരുന്ന ഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ അപകടമായതിനാൽ തൊഴിലാളികൾക്ക് അവിടെ നിന്ന് മാറി ഓടാൻ പോലും സമയം ലഭിച്ചില്ല. മരിച്ചവരെല്ലാം ബീഹാർ, അസം സ്വദേശികളാണ്. 9 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തെക്കുറിച്ച് താവരക്കരെ പോലീസ് അന്വേഷണം തുടങ്ങി. ക്വാറി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ പ്രവർത്തിച്ചിരുന്നതെന്നും അപകടത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകൈച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തു. ഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ സനെ തകൈച്ചി പങ്കെടുക്കും. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള തകൈച്ചിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇടുക്കി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ H1N1 പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന മമ്മട്ടിക്കാനം ഏരിയയിലാണ് 2 പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. രോഗവ്യാപനം തടയുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ അടുത്ത 3 ആഴ്ച പ്രദേശവാസികൾ കർശനമായി മാസ്ക് ധരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ആർക്കെങ്കിലും പനിയോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ കണ്ടാൽ യാതൊരു കാരണവശാലും സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ട് കൃത്യമായി മരുന്ന് വാങ്ങാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ എടുത്ത കേസിൽ FIR ഇട്ടു. അൻസിബയെ ടിനി ജിഹാദിയെന്നും മതതീവ്രവാദിയെന്നും വിളിച്ചെന്നാണ് FIR. അമ്മ കുടുംബസംഗമത്തിന്റെ റിഹേഴ്സലിനിടെയാണ് പരാമർശം. അതേസമയം നടി ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ കേസെടുത്തില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് അൻസിബ വീണ്ടും കോടതിയെ സമീപിച്ചു. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 8 പവൻ സ്വർണം കാണാതായ സംഭവത്തിൽ മുൻ SHOയെ സസ്പെൻഡ് ചെയ്തു. SHO ആയിരുന്ന M. അബ്ബാസലിയാണ് സസ്പെൻഡ് ചെയ്തത്. കൊണ്ടോട്ടി ASP സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. കൂടുതൽ അന്വേഷണത്തിന് മലപ്പുറം DYSPയെ ചുമതലപ്പെടുത്തി. പാലക്കാട് സൗത്ത് SHO ചുമതലയിലിരിക്കെ മറ്റൊരു കൃത്യവിലോപത്തിൽ നേരത്തെയും സസ്പെൻഷനിലായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ വെച്ച് നടന്ന അമേരിക്ക-ഇറാൻ പരോക്ഷ ചർച്ചകൾ പുരോഗതിയില്ലാതെ അവസാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് പകരം 2 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ച താൽക്കാലിക കരാറിലെ വിഷയങ്ങളിലാണ് ഇരുവിഭാഗവും പ്രധാനമായും ചർച്ച ചെയ്തത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവും മരവിപ്പിച്ചു. നിർത്തിയിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളാണ് 2 ദിവസങ്ങളിലായി നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ വിയോഗത്തെ തുടർന്നുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമേ അടുത്തഘട്ട ചർച്ചകൾ ഉണ്ടാകൂ എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൂലൈ 9-നാണ് ഖമനയുടെ സംസ്കാരം. കന്യാകുമാരി ഫാത്തിമ നഗർ പിറക്കോട് താമരവിളാകം വീട്ടിൽ G. ചന്ദ്രശേഖരൻ നായർ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. അമൃത TV ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ പ്രശാന്ത് CS മകനാണ്. സംസ്കാരം നാളെ. ഫിഫ ലോകകപ്പിൽ ബോസ്നിയയെ തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അമേരിക്കയുടെ ജയം. മത്സരത്തിന്റെ 45-ാം മിനിറ്റിൽ ഫോളാരിൻ ബാലോഗണിലാണ് അമേരിക്കയ്ക്കായി ആദ്യ ഗോൾ നേടിയത്. പിന്നീട് 64-ാം മിനിറ്റിൽ ഗോളടിച്ച ഫോളാരിൻ ബാലോഗൺ റെഡ് കാർഡ് കണ്ട് പുറത്തായി. ഒരാൾ കുറഞ്ഞിട്ടും പതറാതെ കളിച്ച അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ 2ാം ഗോൾ നേടി ലീഡ് ഉയർത്തുകയായിരുന്നു. പ്രീ ക്വാർട്ടറിൽ അമേരിക്ക ബെൽജിയത്തെ നേരിടും. ആവേശകരമായ മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. അറ്റ്ലാന്റയിൽ നടന്ന റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് ബെൽജിയം വിജയിച്ചത്. എക്സ്ട്രാ ടൈമിലായിരുന്നു ബെൽജിയത്തിന്റെ ജയം. യൂറി
ടൈലേമാൻസിന്റെ ഇരട്ട ഗോളുകളും റൊമേലു ലുക്കാക്കുവിന്റെ ഒരു ഗോളുമാണ് ബെൽജിയത്തിന് ജയം സമ്മാനിച്ചത്. സെനഗലിനു വേണ്ടി ഹബീബ് ഡിയാറയും ഇസ്മായിൽ ഇസാറുമാണ് സ്കോർ ചെയ്തത്. 2 ഗോളുകൾക്ക് മുന്നിൽ നിന്ന ശേഷമാണ് സെനഗൽ തോൽവി വഴങ്ങിയത്. മറ്റൊരു നാടകീയ പോരാട്ടത്തിൽ കോങ്കോയെ തകർത്ത് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. അറ്റ്ലാന്റയിൽ നടന്ന റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ആദ്യ പകുതിയിൽ പിന്നിലായതിനു ശേഷം രണ്ടാം പകുതിയിൽ നായകൻ ഹാരി കെയ്ൻ നേടിയ ഇരട്ട ഗോളുകളുടെ കരുത്തിലാണ് ഇംഗ്ലണ്ട് 1-നെതിരെ 2 ഗോളുകൾക്ക് ജയം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ 7-ാം മിനിറ്റിലാണ് കോങ്കോ ആദ്യം ലീഡെടുത്തത്. ബ്രയാൻ സിംബഗയാണ് കോങ്കോയ്ക്കായി ഗോൾ വല കുലുക്കിയത്. ആദ്യ പകുതിയിലെ തിരിച്ചടികളിൽ നിന്നും ശക്തമായി തിരിച്ചുവന്നാണ് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ഫിഫ ലോകകപ്പിൽ സ്പെയിൻ ഇന്ന് ഓസ്ട്രിയയെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30-ക്കാണ് മത്സരം. ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ 3 മത്സരങ്ങളിലും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ റൗണ്ട് ഓഫ് 32-ലേക്ക് കടന്നത്. ഗ്രൂപ്പ് ജെ പോരാട്ടത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് ജോർദാനെ കീഴടക്കിയ ഓസ്ട്രിയ അൾജീരിയയുമായി 3-3 സമനില വഴങ്ങിയാണ് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.